പ്രതീക്ഷിച്ചില്ലേ? വീണ്ടും നിങ്ങൾ ഇവിടെയോ? നേരത്തെ എത്തി. നേരത്തെ എത്തിയില്ലേ? അമ്മ പുറത്തേക്കൊന്ന് വരാം. അവിടെ ഇവിടെ വെളിച്ചമുണ്ട്. അല്ല ഇവിടെ ഒന്ന് അതല്ല അമ്മ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇല്ല ഒന്ന് അമ്മയുടെ. എത്ര ദിവസമായി? അയ്യോ അയ്യോ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ. എന്തായാലും അമ്മ തന്നെ ഒരു മിനിറ്റ് അമ്മയോട് ചോദിക്കട്ടെ. അമ്മ അങ്ങനെ ബിഗ് ബോസിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്താണ് ഈ ഒരു അവസരത്തിൽ അമ്മയ്ക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കാണ്. അമ്മയാണ് കഷ്ടപ്പെട്ട് ഒരു ബിഗ് ബോസിൽ മകളെ എത്തിക്കുക എന്ന് പറയുന്നത്. എല്ലാവരുടെയും നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഡ്രീമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അവിടെ അമ്മയുടെ കഷ്ടപ്പാടാണ് ഈ മകൾ അവിടെ എത്തിയത്. ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കാണ്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? നന്നായി അവിടെ കളിച്ചിട്ടുണ്ട്. അതുപോലെ ആരും അവിടെ വെറുപ്പിച്ചിട്ടില്ല. സന്തോഷമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കുട്ടി. ബിഗ് ബോസിൽ പോയതിനു ശേഷം നാട്ടുകാരുടെ ഇടയിലൊക്കെ അമ്മയുടെ ഒരു എന്താ അഭിമാനാണ് കുട്ടിയെ കുറിച്ച്. നന്ദനയുടെ അമ്മയാണെന്നാണോ പറയുന്നത്? നിങ്ങൾ രണ്ടാളെയും കാണാൻ ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. ആ ചിരിയും ഒക്കെ സെയിം ആണ്. പക്ഷെ എന്തായാലും വന്ന സ്ഥിതിക്ക് അല്ല കഴിയട്ടെ. ഒന്ന് രണ്ട് കാര്യം കൊറേ സ്ഥലത്തേക്ക് പോകണ്ടതാ. അല്ല ഞാൻ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഒരുപാട് ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയി കഴിക്കണമെന്നൊക്കെ. എന്തൊക്കെ സ്പെഷ്യൽ എന്ന് ഉണ്ടാക്കി ഇന്ന് അയില മാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്, സാമ്പാറുണ്ട്, പപ്പടുണ്ട്, ഉളിഞ്ചിണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ സെലിബ്രിറ്റി ഒന്നല്ല, നിങ്ങൾ കൂണേക്കാട്ടോ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നന്ദനയുടെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? മാഗി. മാഗിയാണോ? അതാ കഴിക്കുള്ളൂ. ആ എപ്പോഴും അതാ മാഗിയുള്ളൂ. ചായ ഒന്നും കഴിക്കില്ല. കൂട്ടാൻ നല്ല ടേസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇത്തിരി ചോറുണ്ട്. കണ്ടില്ലേ ശരീരം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നന്ദന പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നു. ബിഗ് ബോസിൽ വീട് സാഹചര്യങ്ങൾ ഒക്കെ നമ്മളിവിടെ വന്നപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പോൾ ഫേക്കായിട്ടല്ല നിന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ പ്രേക്ഷകരോട്, ഞങ്ങളിപ്പോൾ ഈ വീട് അമ്മയൊക്കെ കണ്ടു, പ്രേക്ഷകരോട് സ്നേഹിക്കുന്ന പ്രേക്ഷകരോട്, ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും തന്നെ ഇത് വീട് കണ്ടിട്ടുണ്ടാവില്ല. അമ്മയുടെ ഞങ്ങളുടെ സാഹചര്യം അവർ മനസ്സിലാക്കിയോണ്ടാണല്ലോ ഞാൻ 8 ആഴ്ച അവിടെ നിന്നതും എന്നെ അവർ സപ്പോർട്ട് ചെയ്തതും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പ്രേക്ഷകരോട് എന്ന് നന്ദി മാത്രമേ ഉള്ളൂ. ഞാൻ അവരുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ നിന്നതും. എനിക്കത് കാരണം എന്താ പറയുക, അവർ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരും ഉള്ളൂ. സത്യം പറയാന്ന് വെച്ചാൽ അവരാണ് എൻ്റെ അമ്മേനെയും എൻ്റെ ചേച്ചീനെയൊക്കെ അവിടെ ബിഗ് ബോസിലെത്തി. അമ്മ ഫ്ലൈറ്റ് കയറാത്ത അമ്മ, ഞാൻ കാരണം കയറി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ അഭിമാനമല്ല. അമ്മ അതെ അതെ നീ പറയൂ. അതെ. അപ്പൊ എല്ലാവരോടും നന്ദി മാത്രം ചേട്ടാ. എല്ലാവരോടും ആഗ്രഹം വീട് പെട്ടെന്ന് തന്നെ നടക്കട്ടെ. അതെ. ഈ വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? ഇവിടെ തൃശ്ശൂർ തന്നെ വെക്കണം എന്നാണ് ആഗ്രഹം. അല്ലാണ്ട് വേറെ ഒന്നും മാറി പോകണമെന്നൊന്നും ആഗ്രഹമില്ല. തൃശ്ശൂർ തന്നെ ഒരു വീട് വേണം എന്ന ആഗ്രഹമാണ്. നടക്കട്ടെ, ദൈവം അനുഗ്രഹിച്ചു. ചോറ് തരട്ടെ. അയ്യോ ഫുഡ് കഴിച്ചിട്ട് പോവാം. ഇല്ല ഫുഡ് കഴിച്ചിട്ട് പോവാം. വരും.